അധികാരം എന്നത് ഒരു പദവി മാത്രമല്ല, ഒരു ലഹരി കൂടിയാണ് എന്ന് പലപ്പോഴും പല സാമൂഹ്യ നിരീക്ഷകരും മനഃശാസ്ത്ര വിദഗ്ധരുമൊക്കെ വിലയിരുത്താറുണ്ട്. ഒരു ചെറിയ കഥ, ബോറടിപ്പിക്കുന്നില്ല, ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട്, വളരെ ചെറിയൊരു അനുഭവകഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എനിക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തി, ഒരു ക്ഷേത്രത്തിലെ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്ന വ്യക്തി, അടുത്ത തവണ മുതൽ അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുന്നു, മറ്റ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. അതിൽ പിന്നെ ആ ക്ഷേത്രവുമായി, അത്രയും നാളും ആ ക്ഷേത്രവുമായി വലിയ ബന്ധമുണ്ടായിരുന്ന, വലിയ ഭക്തനായിരുന്ന വ്യക്തി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നതേയില്ല. കാരണം അധികാരമില്ലാതെ അദ്ദേഹത്തിന് അവിടെ ആ ക്ഷേത്രത്തിൽ തുടരാൻ സാധിക്കില്ല. അന്നേരം അദ്ദേഹത്തിൻ്റെ ഭക്തിയും ദൈവ സ്നേഹവും ഒക്കെ തന്നെ എവിടെയോ പോയി മറഞ്ഞു. ഇതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് 2 ടേൺ അധികാരമില്ലാതിരിക്കുക, ലീഗായാലും അങ്ങനെ തന്നെ ഇല്ലാതിരിക്കുക, അതിനുശേഷം അധികാരം കിട്ടും എന്ന പ്രതീക്ഷ വരിക, അതോടുകൂടി അവർക്ക് ഒരുതരം ഒരു വിഭ്രാന്തി ഇപ്പോൾ പിടിപെട്ടിരിക്കുന്നു. ഈ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ അങ്ങനെയാണ്. മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ച് അത് കൃത്യമായി ഒരാളെ, യോജിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാം എന്നതിന് പകരം മുഖ്യമന്ത്രി ചർച്ചകളാണ് ഇപ്പോൾ DCC ഓഫീസുകളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്ന് AICC തീരുമാനമാണ് എന്നുള്ള നിലയ്ക്ക് പത്രങ്ങൾ, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ സാധ്യതയില്ല എന്ന് പറയുന്നു. VD സതീശിനെ ലീഗ് പിന്തുണയ്ക്കുന്നു. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷിനെ, അദ്ദേഹം പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹത്തെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല എന്ന് ചോദിച്ച് കുറേ ആളുകൾ കടന്നു വരുന്നു. അപ്പം അധികാരം എന്നതും അല്ലെങ്കിൽ ഒരു പദവി എന്നതും ഒരു ലഹരിയായി മാറിയിരിക്കുന്നു. പണ്ടുകാലത്ത് രാഷ്ട്രീയം എന്നത് ജനസേവനമായിരുന്നു, പൊതുപ്രവർത്തനമായിരുന്നു, ജനങ്ങൾക്കൊപ്പം നിൽക്കലായിരുന്നു. നായനാർ പറഞ്ഞതുപോലെ ജനങ്ങളാണ്, നാട്ടുകാരാണ് എൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ എൻ്റെ എസ്കോട്ട് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം നേതാക്കൾക്കുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി വെറും ലഹരിയും പണമുണ്ടാക്കാനുള്ള മാർഗവും മാത്രമായി അധികാരം പരിണമിച്ചിരിക്കുന്നു എന്ന ദുഃഖസത്യം നമ്മൾ കേരളീയർക്ക് തീർച്ചയായിട്ടും അറിയാം, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും. അധികാരത്തിന് വേണ്ടി സ്വന്തം പാർട്ടിക്കാരായ വ്യക്തികളെ തോൽപ്പിക്കാൻ ശ്രമിക്കും, വലിച്ചു താഴിടാൻ ശ്രമിക്കും, അവർക്കിട്ട് പാരവയ്ക്കാൻ ശ്രമിക്കും, അവരെ പല രീതിയിൽ അപഹസിക്കാൻ ശ്രമിക്കും, ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കും. അങ്ങനെ പലതും കേരള രാഷ്ട്രീയത്തിൽ പതിവ് കാഴ്ചയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മുടെ ജനാധിപത്യ വിശ്വാസങ്ങൾക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും നമ്മുടെ സംസ്കാരത്തിനും ഒക്കെ തന്നെ എന്തു പറ്റി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇനി അങ്ങോട്ട് ഇതൊന്നും മാറും എന്ന് തോന്നുന്നില്ല. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ തുടരും. മുഖ്യമന്ത്രി കസേരയ്ക്കും മന്ത്രി കസേരകൾക്കും, ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി കസേരയുടെ ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി മന്ത്രി കസേരകൾ വരുമ്പോഴാണ് യഥാർത്ഥ അംഗം നമ്മൾ കാണാൻ പോകുന്നത്. ലീഗിന് അവർ ചോദിക്കുന്ന കൃത്യമായ വകുപ്പ് കൊടുക്കണം. അവർക്കിടയിൽ തന്നെ ആര് മന്ത്രിയാകും എന്നതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ട്, ഇപ്പോഴേ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിനങ്ങോട്ട് കഴിയുമ്പോൾ ഇവിടെ കൃത്യമായി സമുദായവും ജാതിയും മതവും നോക്കി മന്ത്രി കസേരകൾ വീതം വെച്ച് കൊടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത് എങ്ങനെയാണ്? താക്കോൽ സ്ഥാനം വേണം എന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഉടനെ തന്നെ താക്കോൽ സ്ഥാനം കൊടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കാര്യമാണ് പറയുന്നത്. അധികാരം ഒരു ലഹരിയാണ്, പദവി ഒരു ലഹരിയാണ്. ഇതൊന്നും ജനസേവനമല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം, വ്യക്തമാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ LDF വന്നാലും മുഖ്യമന്ത്രി ആരാകും എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കും, തർക്കങ്ങൾ നടക്കും. അത് AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് നടക്കുന്ന തർക്കങ്ങളായത് കാരണം അത് അങ്ങനെ അറിയുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റേത് എല്ലാവരും അറിയുന്നുമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അധികാരമാണ് മധുരം, അധികാരമാണ് ലഹരി. അധികാരമില്ലെങ്കിൽ ആരുമൊന്നുമില്ല. പവർ എന്ന് പറയുന്നത്, പവർ ഈസ് ഈക്വൽ ടു മണി. അതാണ് പറയുന്നത്. അധികാരം, പണം, ഇതൊക്കെ തന്നെ പരസ്പര പൂരകങ്ങളായി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ മണിക്കൂറുകളേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിനായിട്ട്. തീർച്ചയായിട്ടും കർമ്മ ന്യൂസിൻ്റെ സർവ്വസജ്ജമായ ഞങ്ങളുടെ സംഘം തീർച്ചയായിട്ടും കൃത്യമായി തന്നെ അതിൻ്റെ വിവരങ്ങളും വിശകലനങ്ങളും വിശദീകരണങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ റിസൾട്ടിൻ്റെ മെയ് 4-ാം തീയതി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും. അപ്പം 4-ാം തീയതി അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അതിൻ്റെ ബാക്കി ചർച്ച ചെയ്യാം. അധികാരം ആർക്ക്, ശക്തി ആർക്ക്, പവർ ആർക്ക് എന്നുള്ള കാര്യം, മുഖ്യമന്ത്രി ആര് എന്നതിനെക്കുറിച്ച് 4-ാം തീയതി മുതൽ വളരെ കാര്യമായി ചർച്ചകൾ നടക്കുക തന്നെ ചെയ്യും.